ഹായ് ഹലോ. ഓൺലൈൻ ക്ലാസ്സിന് ടെലിഗ്രാം എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ സ്റ്റുഡൻസിനുള്ളതാണ്. ടീച്ചേഴ്സിനുള്ള, അതായത് അഡ്മിൻസ് ആവുന്നവർക്കുള്ള ഒരു വീഡിയോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലുള്ളത് അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻസാണ് ഈ വീഡിയോ കാണേണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന വ്യൂ ഗ്രൂപ്പ് എടുക്കുക. അതിൽ നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനും മെമ്പേഴ്സിനെയും കാണാൻ കഴിയുന്നതാണ്. ജോയിൻ ഗ്രൂപ്പ് അടിച്ചാൽ അതിലേക്ക് റീഡയറക്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ നമുക്ക് പഴയ മെസ്സേജസ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് വാട്സപ്പിൽ ഇല്ലാത്ത ടെലിഗ്രാമിലുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ അഡ്മിൻസ് അത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക് പഴയ മെസ്സേജസ് കാണാനുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ അഥവാ ലെഫ്റ്റ് അടിച്ച് പോയാലും നമുക്ക് നോട്ട്സൊക്കെ മിസ്സാവാതിരിക്കാനുള്ള ഒരു നല്ല ഫീച്ചർ തന്നെയാണിത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മെസ്സേജിനുള്ള പല ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഓപ്ഷൻസ് കാണണമെങ്കിൽ ഒന്ന് ഇത് സെലക്ട് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ആകെ കോപ്പി, ഫോർവേഡ്, റിപ്ലൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബട്ട് നമ്മൾ ഇവിടെ സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കിട്ടും. റിപ്ലൈ, കോപ്പി ലിങ്ക് എന്നുള്ളത് ഈ ടെലിഗ്രാമിൽ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനോട് ഇത് നീ ചെയ്തോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ പേഴ്സണലിൽ പോവുകയാണെങ്കിൽ നമ്മൾ കോപ്പി ലിങ്ക് ചെയ്താൽ ലിങ്ക് അവിടെ കോപ്പിയാകും. ലിങ്ക് കോപ്പിയായി അത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ലിങ്കായിട്ട് വർക്ക് ചെയ്യും. ഇത് വാട്സപ്പിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ്. പിന്നെ ഉള്ളത് പിന്നുണ്ട്. പിന്ന് കൂടുതലും അഡ്മിൻസ് ആണ് ചെയ്യാറ്. ഇത് അഡ്മിൻസ് ഇപ്പം മെമ്പേഴ്സിനും പിന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചർ കൊണ്ടുവന്നതാണ്. അത് മിക്കവാറും ഓഫ് ആയിരിക്കും. നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വരും. അതായത് ഇപ്പോൾ ഇവിടെ എഡിറ്റ് എന്നുള്ളത് മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് അപ് ടു 1 ഡേ ആണ് ഇതിൻ്റെ ടൈം ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ഫോർ എവരി വൺ ആണ്. അത് ഡിലീറ്റ് ചെയ്താൽ ആ മെസ്സേജ് ഡിലീറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ഫോർ എവരി വൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ കാണുന്ന ഈ റിപ്ലൈ ഉണ്ടല്ലോ, ഈ റിപ്ലൈയിൽ നിന്ന് അത് പോകുന്നത് കാണാം. അത് വാട്സപ്പിൽ ഇല്ലാത്തൊരു ബാക്ക് അടിച്ച് പിന്നെ കയറുമ്പോൾ പിന്നെ അത് ഒരു പുതിയ മെസ്സേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ നമ്മളൊരു മെസ്സേജ് വന്നെന്നുള്ള ഒരു സൈന് പോലും അവിടെ കാണില്ല. വാട്സപ്പിൽ ഇത് നമുക്ക് ആരെങ്കിലും അതിന് റിപ്ലൈ അയച്ചാൽ ആ ഡിലീറ്റഡ് മെസ്സേജ് അവിടെ പിന്നെയും കാണാൻ കഴിയുന്നുണ്ട്. അതൊരു നല്ല ഫീച്ചറാണ് ടെലിഗ്രാമിലുള്ളത്. അതുപോലെ തന്നെ ഒരു പിക്ചറിനുള്ള കുറച്ചുകൂടി ഉള്ളത് വെച്ചാൽ സേവ് ടു ഗാലറി. ഇത് നോർമലി ടെലിഗ്രാമിലെ മെസ്സേജസ് ഒന്നും സേവ് ടു ഗാലറിയിലേക്ക് സേവ് ആവില്ല. ഗാലറിയിൽ കാണാൻ പറ്റില്ല. അപ്പം സേവ് ടു ഗാലറി അടിച്ചാൽ സേവ് ടു ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും. പിന്നെ ഉള്ള ഫീച്ചർ ഒന്ന് മെസ്സേജ് പിന്നിങ് ആണ്. ഇതിപ്പം ടീച്ചർ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ മെസ്സേജസ് ഒക്കെ പിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പിൻഡ് മെസ്സേജസ് ഉണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്താൽ അതിന് മുമ്പ് പിൻ ചെയ്തതിലേക്ക് പോകാം. വീണ്ടും ക്ലിക്ക് ചെയ്താൽ അതിന് മുമ്പ് പിൻ ചെയ്തതിലേക്ക് പോകാം. അങ്ങനെ ഒരു പിൻഡ് മെസ്സേജ് ഫീച്ചറും കൂടി ഉണ്ട്. പെട്ടെന്ന് കാണേണ്ട മെസ്സേജുകളൊക്കെ പിൻ ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് 2x സ്പീഡിലേക്ക് ഇടാനും കഴിയും. അതായത് ഇതിപ്പം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2x ഇടാം. ഇത് വാട്സപ്പിൽ ഇപ്പോൾ അടുത്ത് വന്ന ഫീച്ചറാണ്. അത് ശരിക്കും ടെലിഗ്രാമിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് പറയാനേ പറ്റൂ. അപ്പോൾ ഇതിപ്പോൾ വേറെ എന്നുള്ളത് നമ്മൾ വോയിസ് പ്ലേ ആകുമ്പോൾ വേറെ ചാറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. വേറെ ചാറ്റിലേക്ക് പോകുമ്പോൾ നമുക്കത് പ്ലേ ആയിക്കൊണ്ടിരിക്കും. അതൊരു ഫീച്ചറാണ്. പക്ഷേ വാട്സപ്പിൽ അത് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ വോയിസ് മെസ്സേജ് പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ മെസ്സേജ് വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ വോയിസ് മെസ്സേജിലേക്ക് വേഗം പോകാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വോയിസ് മെസ്സേജിന്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്താനും കഴിയും. ഓൺലൈൻ ക്ലാസ്സിന് ടെലിഗ്രാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചറാണ് വോയിസ് ചാറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ കാണുന്ന പോലെ ഷെഡ്യൂൾഡ് വോയിസ് ചാറ്റ് സ്റ്റാർട്ട്സ് ഓൺ June 2010 AM എന്ന് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈം ആകുമ്പോൾ വോയിസ് ചാറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആകും. ഈ വോയിസ് ചാറ്റ് എന്നുള്ളത് നമുക്ക് ഓൺലൈൻ ക്ലാസ് ഇപ്പം കറൻ്റ്ലി ഓഡിയോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വീഡിയോ ഉള്ളത് ഇപ്പോൾ ബീറ്റ സ്റ്റേജിലാണ്. അടുത്ത ടെലിഗ്രാം അപ്ഡേറ്റിലൂടെ അത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വോയിസ് ചാറ്റിലൂടെ നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാം. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഈ വോയിസ് ചാറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ കാണുന്നത് പോലെ വോയിസ് ചാറ്റ് 1 പാർട്ടിസിപ്പൻറ്റ് ജോയിൻ എന്നുള്ളത് നമ്മൾ ആ വോയിസ് ചാറ്റിലേക്ക് എൻ്റർ ആവും.
അപ്പോൾ ഇവിടെ മുകളിൽ ഓൺലൈൻ ക്ലാസ് ഇൻ ടെലിഗ്രാം സ്റ്റുഡൻസ് എന്നുള്ള അത് വോയിസ് ചാറ്റിൻ്റെ ടൈറ്റിലാണ്, അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന റെഡ് ഐക്കൺ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ റെക്കോർഡിംഗ് അഡ്മിൻസ് ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് ലൈവ് ക്ലാസ് മിസ്സായവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി ക്ലാസ് കേൾക്കാവുന്നതാണ്. അതിനടുത്ത് കാണുന്ന ഈ ഒരു ബട്ടൺ എന്നുള്ളത് നമുക്ക് പോപ്പപ്പ് ആയിട്ട് കിട്ടാവുന്നതാണ്. അതായത് അവിടെ വെച്ചിട്ട് അൺമ്യൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ മീറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സെയിം ഡിവൈസിൽ വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ തിരിച്ച് ഗൂഗിൾ മീറ്റിൽ തന്നെ വന്നിട്ട് പിന്നെ വേണം മൈക്ക് ഓൺ ആക്കാൻ. ഇവിടെ ആകുമ്പോൾ ഈ ബബിളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കതിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം. അതുപോലെ ഉണ്ട് സ്പീക്കർ ചെയ്യാം. അപ്പോൾ അത് ക്ലോസ് ചെയ്യും. അതുപോലെ തിരിച്ച് വോയിസ് ചാറ്റിലേക്ക് കയറണമെങ്കിൽ ഈ ടൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വോയിസ് ചാറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പിന്നെ ഇവിടെ കാണുന്ന സ്പീക്കർ ഉള്ളത് ഇയർപീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കോൾ ചെയ്യുന്ന ആ സ്പീക്കറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. പിന്നെ ഉള്ളത് ഇവിടെ മൈക്കിൻ്റെ ബട്ടണാണ്. അത് ക്ലിക്ക് ചെയ്താൽ അത് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ അത് ഹോൾഡ് ചെയ്ത് അത് വിട്ട് കഴിഞ്ഞാൽ അത് ഓഫ് ആവുന്ന തരത്തിൽ ടെമ്പററി ആയിട്ട് ഓൺ ആവുകയും ചെയ്യും. പിന്നുള്ളത് ലീവാണ്. അതുപോലെ പറയുന്ന ആളുടെ സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ സൗണ്ട് മാത്രം നമുക്ക് 200% ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറക്കാനുള്ള ഓപ്ഷനുമുണ്ട്. പിന്നെ ഉള്ളത് നോയ്സ് വരുന്നുണ്ട് അയാളുടേത് പിന്നെ കേൾക്കണം എന്നാണെങ്കിൽ മ്യൂട്ട് ഫോർ മീ എന്നുള്ള ഓപ്ഷൻ ചെയ്താൽ മ്യൂട്ടഡ് ഫോർ മീ എന്ന് കാണാൻ പറ്റും. പിന്നെ അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ അൺമ്യൂട്ട് ഫോർ മീ എന്നുള്ളതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഡ്മിന് നമ്മളെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് വോയിസ് ചാറ്റിൽ. ഇനിയിപ്പോൾ നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈക്കിൻ്റെ ബട്ടണ് ഹാൻഡ് റൈസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഹാൻഡ് റൈസിങ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും, നമ്മളുടെ പേരിൻ്റെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഹാൻഡ് റൈസിങ് അഡ്മിന് കാണാൻ പറ്റുകയും അവർക്ക് അലോ ചെയ്താൽ നമുക്ക് സംസാരിക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഹാൻഡ് റൈസിങ്ങിലോട്ട് തിരിച്ച് മൈക്ക് തന്നെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലീവ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവർ ലീവ് ചെയ്താൽ ഒരു ലീവ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ മിസ്റ്റേക്കൻലി ലീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ഇവിടെ ഈ വോയിസ് ചാറ്റിൽ നിന്ന് വേറൊരു വോയിസ് ചാറ്റിൽ പറ്റിയുള്ള വ്യത്യാസം ആണെങ്കിൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ അതിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം വോയിസ് ചാറ്റ് ആകുമ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ മുകളിലായിട്ട് അത് കിടക്കും. ടെലിഗ്രാമിൽ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബോട്ട്സ് ആണ്. ഇപ്പോൾ ഒരു ബോട്ട് എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് ബോട്ട്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേരളഗ്രാം ടെലിഗ്രാമം എന്ന് പറഞ്ഞൊരു മലയാളം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് പ്രസൻറ്റ് അടിച്ചാൽ യുവർ അറ്റൻഡൻസ് ഹാസ് ബീൻ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളുടെ അറ്റൻഡൻസ് മാർക്കായിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറേ ടൈപ്പ് ബോർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ബോട്ടാണ് അറ്റൻഡൻസ് ബോർഡ്. ഇപ്പോൾ നമ്മൾ വാട്സപ്പിലാണെങ്കിൽ പ്രസൻറ്റ് മിസ് ആബ്സെൻറ്റ് മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് മെസ്സേജസ് ഇങ്ങനെ ഫ്ലഡ് ആവുന്നത് ഒഴിവാക്കാൻ പറ്റിയൊരു സംഭവമാണിത്. ഇത് അഡ്മിൻസ് അറ്റൻഡൻസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറ്റൻഡൻസ് ഈസ് ഓവർ 1 people മാർക്ക് അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പം എത്ര ആൾക്കാർ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ അതിനനുസരിച്ച് കാണിക്കും. ടെലിഗ്രാമിലുള്ള വാട്സപ്പിൽ ഇല്ലാത്തൊരു വേറൊരു ഫീച്ചറാണ് പോൾസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്കൊരു ക്വിസ് നടത്തണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സർവേ നടത്തണമെങ്കിലൊക്കെ ഒരു പോൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആൻസർ മാർക്ക് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്താൽ അതിനനുസരിച്ച് മാർക്കാവും. നമുക്കിനി അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻസ് എടുത്താൽ റിട്രാക്ട് വോട്ട് എന്നുള്ളൊരു ഇതുണ്ടാവും. അത് റിട്രാക്ട് വോട്ട് ചെയ്താൽ നമ്മളെ വോട്ട് തിരിച്ച് വിത്ഡ്രോവൽ ചെയ്യും. പിന്നെയും അടുത്ത ഓപ്ഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലെ വ്യൂ റിസൾട്ട്സ് എന്ന് എടുത്താൽ ഇതിൽ ആരൊക്കെ ഏതൊക്കെ ഓപ്ഷൻസിനാണ് വോട്ട് ചെയ്തിട്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു പോൾസ് എന്നുള്ളത് നമുക്ക് ക്യൂസ് നടത്താനോ അല്ലെങ്കിൽ സർവേ സംതിങ് ലൈക്ക് അങ്ങനെ നടത്താനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറ്റൻഡൻസ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫ്ലഡഡ് മെസ്സേജസ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് പോൾസ് എന്നുള്ളത്. അതുപോലെ ടെലിഗ്രാം എന്ന് പറഞ്ഞത് വാട്സപ്പിൻ്റെ പോലെ സ്റ്റോറേജ് അധികം എടുക്കുന്ന ആളൊന്നുമല്ല. ടെലിഗ്രാം നോർമലി ഫോട്ടോസും വീഡിയോസൊക്കെ സേവ് ചെയ്യുന്ന അവരുടെ സെർവറിൽ തന്നെയാണ്, ക്ലൗഡ് ബേസ്ഡ് സേവിങ് ആണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ അങ്ങനെ സേവ് ആവുന്നില്ല. ഇത് സേവ് ആവുന്നുണ്ട്, ബട്ട് അത് ക്യാഷ് എന്നുള്ളൊരു സെക്ഷനിലാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ
ക്ലിയർ ചെയ്യാനും കഴിയും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളാദ്യം ഹോമിലെത്തുക. ഹോമിലെത്തിയതിനു ശേഷം സ്വൈപ്പിൽ റൈറ്റ് ചെയ്തിട്ട് അതിൽ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എടുക്കാം. ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. കീപ്പ് മീഡിയ എന്നുള്ളിടത്ത് നമുക്ക് ഫോർഎവർ എന്ന് പറഞ്ഞാൽ ആ ക്യാഷ് ഫോർഎവർ ആയിട്ട് സേവ് ആവും. അല്ലെങ്കിൽ 1 മന്ത് ആണ് 1 മന്ത്, അങ്ങനെ 3 ഡേയ്സിൻ്റെ ഇത് വരെയുണ്ട്. അപ്പോൾ 3 ഡേയ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ അതുവരെ സേവ് ചെയ്തിട്ടിരിക്കുന്ന ഫയൽസൊക്കെ ഡിലീറ്റ് ആയി പോകും. പിന്നെ നമുക്ക് ഇതുവരെ ഉള്ളത് മൊത്തം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ടെലിഗ്രാം ക്യാഷ് അടിച്ചു കഴിഞ്ഞാൽ ഓരോ ടൈപ്പും ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഓരോ ടൈപ്പിൻ്റെതും എത്രയൊക്കെ സേവ് ആയിട്ടുണ്ടെന്നുള്ളത് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമുക്ക് വീഡിയോസ് ആവശ്യമുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് അൺസെലക്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ സെലക്ട് ചെയ്ത് ക്ലിയർ അടിക്കാം. ഞാനിപ്പോൾ ഫുൾ ക്ലിയർ അടിക്കുകയാണ്. പിന്നെയുള്ളത് ലോക്കൽ ഡാറ്റാബേസ് ആണ്. അത് അത്ര വലിയ സ്റ്റോറേജ് ഒന്നും എടുക്കില്ല, എന്നാലും നമുക്കത് ക്ലിയർ ചെയ്യാം. ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ പോലും നമ്മളുടെ ആ ഒരു, ഇപ്പോൾ വാട്സപ്പിൽ അങ്ങനെയല്ല, നമ്മൾ ഒരു മെസ്സേജ് ഒരു ഫോട്ടോയോ ഡോക്യുമെൻ്റോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മാസമോ 3 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആസ്ക് ദിസ് പേഴ്സൺ ടു റീസെൻഡ് ദ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് എറർ വരാറുണ്ട് വാട്സപ്പിൽ. പക്ഷേ ടെലിഗ്രാമിൽ ആ ഒരു പ്രശ്നമല്ല. നമ്മൾ ക്യാഷ് ക്ലിയർ ചെയ്താൽ പോലും ഇതിപ്പോൾ ഇവിടെ വീണ്ടും ഡൗൺലോഡ് ആവുന്നത് കാണാം. ഇതിപ്പോൾ ഈ notification.pdf എന്നുള്ളത് ഇപ്പോൾ ഡൗൺലോഡ് ആയതാണ്. അതായത് ക്യാഷ് ആയിട്ട് ഇത് ഡിലീറ്റ് ചെയ്തു, പക്ഷേ പിന്നെ നമ്മളത് യൂസ് ചെയ്യാൻ വന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡായി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറേജ് അധികം സ്റ്റോറേജ് ഇല്ലാത്ത ഫോണാണെങ്കിൽ പോലും നമുക്ക് ടെലിഗ്രാം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്സപ്പിനേക്കാളും എത്രയോ നല്ല ഒരു സ്റ്റോറേജ് മാനേജർ ഉണ്ട് ടെലിഗ്രാമിന്. അപ്പം അതൊരു നല്ല ഫീച്ചറാണ്. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ടെലിഗ്രാമിൽ സെയിം പോലെ തന്നെ യൂസ് ചെയ്യാം. കോൾ വരെ ചെയ്യാൻ പറ്റുന്നതാണ്. വോയിസ് ചാറ്റ് ഉണ്ടെങ്കിൽ വോയിസ് ചാറ്റിലും ജോയിൻ ചെയ്യാവുന്നതാണ്. സെയിം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഇമേജ് സെൻഡ് ചെയ്യുമ്പോൾ അതിലേക്ക് മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യാനോ ഒന്നും ടെലിഗ്രാം ഡെസ്ക്ടോപ്പിൽ ഒരു ഫീച്ചറില്ല. അതിന് വേറെ ക്ലയൻറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ കോൾ വോയിസ് ചാറ്റ് ചെയ്യാൻ ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടെ വോയിസ് ചാറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് ജോയിൻ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഇതിൽ ഹോൾഡിൻ്റെ ഇത് കിട്ടുന്നില്ല, പക്ഷേ സ്പേസ് നെക്കി പിടിച്ചാൽ നമുക്ക് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഇത് കിട്ടും. അതായത് ഫോണിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിന് അതില്ല. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺ ആവും, ഓഫ് ആവും. അല്ലെങ്കിൽ ഓഫ് ആക്കണമെങ്കിൽ നമുക്ക് സ്പേസ് നെക്കി പിടിച്ചാൽ അത് ഇങ്ങനെ ഹോൾഡായിട്ട് കിടക്കും. അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ആണെങ്കിൽ സെറ്റിങ്സിൽ സ്പീക്കേഴ്സ് മാറ്റാനുള്ളതുണ്ട്, മൈക്രോഫോൺ മാറ്റാനുള്ളതുണ്ട്. വോയിസ് ചാറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കോൾസും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് നൈറ്റ് മോഡ് ഡെസ്ക്ടോപ്പിലും ഫോണിലും ഉണ്ട്. അതും കൂടുതൽ തീംസ് വാട്സപ്പിലാകെ നൈറ്റ്, ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് അത് മാത്രമേ ഉള്ളൂ. എന്നാൽ ടെലിഗ്രാമിൽ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് തീമുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. അതൊന്നും ഓൺലൈൻ ക്ലാസ് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനൊക്കെ വേറെ വീഡിയോസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പോലെ ന്യൂ ഗ്രൂപ്പ് കോണ്ടാക്ട്സിൽ പോയിട്ട് ആഡ് കോണ്ടാക്റ്റ് അടിച്ചാൽ നമുക്ക് ആ കോണ്ടാക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓക്കെ. പിന്നെ വേറൊരു ഇതുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ മെസ്സേജായിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ വായിച്ച് കഴിഞ്ഞ് നമ്മൾ ബാക്കോട്ട് അടിച്ച് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നാൽ നമുക്ക് അത് അവിടെ തന്നെ ഓപ്പണായി വരും. അതായത് ഇപ്പം ഇതിൻ്റെ അടിയിലേക്ക് മെസ്സേജ് വാട്സപ്പിൽ അതൊന്നുമില്ല. നമുക്ക് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് വേറെ ചാറ്റിൽ പോയി തിരിച്ചു തന്നെ വന്നാൽ ഇതിൽ തന്നെ ഓപ്പണായി കിടക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് വായിക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അങ്ങനെ വായിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഇപ്പോൾ കുറേ 100 മെസ്സേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ വായിച്ചിട്ടുള്ളൂ. അപ്പം ഇവിടെ പിന്നെയും 7 ഇത് കൂടുതലായി കിടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ബാക്ക് അടിച്ചാലും അവിടെ 100 മെസ്സേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് വായിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് സൂം ചെയ്യാം. അങ്ങനെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഫോൺ ഓഫ്ലൈൻ ആണെങ്കിൽ പോലും ടെലിഗ്രാമും ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ PC മാത്രമുള്ളവരാണെങ്കിൽ ഫോൺ ഇല്ലെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാം, കോൾ ചെയ്യാം, ഇത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു PCയും ഒരു ഫോണുള്ള ആളാണ്, PCയിലാണ് ഗൂഗിൾ മീറ്റിൽ കയറുന്നതെങ്കിൽ അയാൾക്ക് പിന്നെ വാട്സപ്പിൽ എന്തെങ്കിലും നോട്ട്സ് വന്നാൽ അപ്പം വാട്സപ്പ് എടുക്കാൻ പിന്നെ ഫോൺ എടുക്കാൻ വരണം. അല്ലെങ്കിൽ വാട്സപ്പ് വെബ് ഉണ്ട്, ബട്ട് അത് അത്രക്കും പറ്റിയൊരു ഫീച്ചറല്ല. അപ്പോൾ അതിനനുസരിച്ച് വാട്സപ്പ് അതുപോലെ ടെലിഗ്രാം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്.
അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൺലൈൻ ക്ലാസ്സിന് ടെലിഗ്രാം എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള ഈ വീഡിയോയിൽ ഓൺലൈൻ ക്ലാസ്സിന് ആവശ്യമുള്ള ഫീച്ചേഴ്സൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻസിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്ത എൻ്റെ ടെലിഗ്രാം ലിങ്കിലോ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ ഉത്തരം തരും. ഓൾസോ ഏകദേശം എല്ലാ ഫീച്ചേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. അപ്പോൾ വാട്സപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് ടെലിഗ്രാമിലേക്ക് മാറിക്കോളൂ. ഹാപ്പി ടെലിഗ്രാമിംഗ്. ദിസ് ഈസ് നോട്ട് ടെക്കി സൈനിങ് ഓഫ്.